നമസ്കാരം. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ SIR എന്ന പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മുടെ വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണ യജ്ഞം ആരംഭിച്ചിരിക്കുകയാണ്. 2025 ഒക്ടോബർ 27 അർദ്ധരാത്രി നമ്മുടെ നിലവിലുള്ള വോട്ടർ പട്ടിക റദ്ദു ചെയ്യുകയും ആ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ ആളുകൾക്കും BLOമാർ മുഖേന എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്യുകയും ചെയ്ത് അവരിൽ നിന്ന് ഫോം തിരിച്ചു വാങ്ങി ആളുകളുടെ വോട്ടർ അവകാശം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം തന്നെ വോട്ടർ പട്ടികയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യണം എന്നുള്ള പേരിലാണ് ഈ ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് വോട്ടർമാരായ ആളുകൾ, പ്രത്യേകിച്ച് പ്രവാസി സഹോദരന്മാർ വലിയ ആശങ്കയിലാണ്. ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് താനും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന നിബന്ധനകളിൽ പലതും നമുക്ക് പ്രശ്നമുള്ളതായി തോന്നുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഏതായാലും ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് 2025 നവംബർ 4 മുതൽ 2025 ഡിസംബർ 4 വരെയുള്ള ഒരു മാസക്കാലമാണ് ഫോം വിതരണത്തിനും അത് തിരിച്ചു വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള സമയം. അതിനുശേഷം ഡിസംബർ 9 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ഡിസംബർ 9 മുതൽ ജനുവരി 8 വരെയുള്ള സമയം, ഒരു മാസക്കാലം ഇതുമായി ബന്ധപ്പെട്ട പരാതികളോ ആക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ സ്വീകരിക്കുകയും അതിനുശേഷം ജനുവരി 31 അതുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് നടത്തുകയും ശേഷം ഫെബ്രുവരി 7 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട അധികാരികൾ ഈ വിഷയത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായി വലിയ ആശങ്കകൾ ആളുകൾക്കിടയിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗവാക്കാകാനുള്ള അവസരം, വോട്ടർ എന്നുള്ള രീതിയിലുള്ള അവസരം നഷ്ടപ്പെടുമോ എന്നുള്ളതിനപ്പുറത്തേക്ക് ആസാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ച പോലെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടിക പൗരത്വത്തിൻ്റെ രേഖയായി മാറ്റുകയും അതുവഴി പൗരത്വം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ള ആശങ്ക മുൻ അനുഭവങ്ങളിൽ നിന്ന് മലയാളികളായ ആളുകൾക്കുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികളായ ആളുകൾക്ക് തങ്ങൾ നാട്ടിലില്ലാത്തതിൻ്റെ പേരിൽ തങ്ങളുടെ വോട്ടവകാശവും പൗരത്വവും തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള വലിയ ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത്. ഒന്നാമതായി നമ്മൾ ഈ ആളുകളെ, നിലവിലുള്ള പൗരന്മാരെ, വോട്ടർമാരെ രണ്ട് രീതിയിൽ നമുക്ക് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന്, ഈ എന്യൂമറേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ആളുകളുടെ റിവിഷനുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിച്ചിട്ടുള്ള അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് 2002 അതായത് അവസാനമായി SIR നടന്ന 2002 വോട്ടർ പട്ടികയാണ്. സ്വാഭാവികമായി 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുകയും അതോടൊപ്പം തന്നെ 2025 വോട്ടർമാരുമായി ഇവരെ താരതമ്യം ചെയ്ത് നോക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് 2002 വോട്ടർ പട്ടികയിലും 2025 വോട്ടർ പട്ടികയിലും ഉൾപ്പെട്ട ഒരു കാറ്റഗറി ആളുകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. ആ ആളുകളെ സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. അവർക്ക് BLOമാർ വീട്ടിലെത്തിച്ച് നൽകുന്ന ആ ഫോം പൂരിപ്പിച്ച് കൊടുത്താൽ മാത്രം മതിയാവും. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് രേഖകളൊന്നും കൊടുക്കേണ്ടതില്ല. ഇനി 2002 വോട്ടർ പട്ടികയിൽ ഇല്ല, എന്നാൽ 2025 വോട്ടർ പട്ടികയിലുണ്ട്. അതായത് പുതിയ വോട്ടർമാർ, 2002 ശേഷം പ്രായപൂർത്തിയായ വോട്ടവകാശം ലഭിച്ച ആളുകളൊന്നും 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെ 2025 മാത്രം ഉൾപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവരും രണ്ട് കാറ്റഗറിയിലുണ്ട്. ഒന്നാമത്തത്, അവരുടെ രക്ഷിതാക്കൾ 2002 വോട്ടർ പട്ടികയിലുണ്ട്, എന്നാൽ അവർ 2002 വോട്ടർ പട്ടികയിലില്ല. അവർ 2025 വോട്ടർ പട്ടികയിലുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ ഫോം ഫില്ല് ചെയ്യുമ്പോൾ, BLOമാർ കൊണ്ടുവരുന്ന ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുകയും അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കളുടെ 2002 പട്ടികയിൽ ഉൾപ്പെട്ട വിവരങ്ങൾ കൂടെ ചേർക്കുകയും ചെയ്താൽ മതി. അവർക്ക് പ്രത്യേകിച്ച് വേറെ രേഖകളൊന്നും സമർപ്പിക്കേണ്ട കാര്യമില്ല. ഇനി രക്ഷിതാക്കളും 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല, ഇവരും 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല, എന്നാൽ 2025 പട്ടികയിൽ അവരുണ്ട് താനും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പൗരത്വം അല്ലെങ്കിൽ അവരുടെ വോട്ടേഴ്സ് അവകാശം, അവരുടെ സമ്മതിദാന അവകാശം നിലനിർത്തണമെങ്കിൽ അവർക്ക് ചില രേഖകൾ ഈ അവരുടെ അപേക്ഷയുടെ കൂടെ സമർപ്പിച്ചേ മതിയാകും. അവരെയും നമ്മൾ 3 കാറ്റഗറിയാക്കി തിരിച്ചിട്ടുണ്ട്. അതായത് 1987 ജൂലൈ 1 മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പട്ടികയിൽ ചേർക്കാൻ അവരുടെ ജനന തീയതിയും ജനന സ്ഥലവും വ്യക്തമാക്കുന്ന രേഖ കൂടെ, ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ 12ഓളം രേഖകളുണ്ട്. ആ രേഖകളിൽ ഏതെങ്കിലും ഒരു രേഖ അവരുടെ അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ 1987 ജൂലൈ 1 2004 ഡിസംബർ 2 ഇടയിൽ ജനിച്ച ആളുകളാണെങ്കിൽ അവർക്ക് അവരുടെ ജനന തീയതിയും അവരുടെ ജനന സ്ഥലവും കാണിക്കുന്ന രേഖ മാത്രം നൽകിയാൽ പോരാ, അവരുടെ മാതാവിൻ്റെയോ പിതാവിൻ്റെയോ രണ്ടിൽ ഒരാളുടെ ജനന തീയതിയും ജനന സ്ഥലവും കാണിക്കുന്ന രേഖ കൂടെ അവർക്ക് വോട്ടവകാശം നിലനിർത്താൻ വേണ്ടി കൊടുക്കേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറി 2024 ഡിസംബർ 2 ശേഷം ജനിച്ച, അതായത് ഏറ്റവും പുതിയ വോട്ടർമാരായ ആളുകളാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്ക്
അവരുടെ ജനന തീയതിയും ജനന സ്ഥലവും കാണിക്കുന്ന രേഖ സമർപ്പിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും രണ്ടുപേരുടെയും ജനന തീയതിയും ജനന സ്ഥലവും കാണിക്കുന്ന രേഖ കൂടെ അവരുടെ വോട്ടവകാശം നിലനിർത്തണമെങ്കിൽ അവർക്ക് ഈ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ രേഖകളൊന്നും തന്നെ ഫോം പൂരിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് നൽകേണ്ടതില്ല. ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതി. പിന്നീട് നോട്ടീസ് ലഭിക്കുന്ന മുറക്കാണ് ഈ രേഖകൾ നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ പ്രവാസികളായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് നിലവിൽ അവരുടെ നാട്ടിലുള്ള ബന്ധുക്കൾ ആരെങ്കിലും ഈ BLOമാർ നൽകുന്ന ഫോം, അതായത് 2025 പട്ടികയിൽ ഉൾപ്പെട്ട പ്രവാസി വോട്ടർമാരാണെങ്കിൽ അവർക്ക് നിലവിൽ അവരുടെ വീട്ടിലുള്ള മുതിർന്ന അംഗങ്ങൾ ആരെങ്കിലും അവരുടെ ഫോം പൂരിപ്പിച്ച് നൽകുന്ന കൂട്ടത്തിൽ പ്രവാസികളായ ആളുകളുടെ ഡീറ്റെയിൽസ് കൂടെ ആഡ് ചെയ്തിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാകും. അവർക്കും ഇതേ മാനദണ്ഡങ്ങൾ ബാധകമാണ്. അവർ 2002 2025 പട്ടികയിൽ ഉൾപ്പെട്ട പ്രവാസികളാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് രേഖയൊന്നും നൽകേണ്ടതില്ല. അതുപോലെ തന്നെ 2025 പട്ടികയിലുണ്ട്, എന്നാൽ അവരുടെ രക്ഷിതാക്കൾ 2002 പട്ടികയിൽ ഉണ്ടെങ്കിൽ അവർക്കും പ്രത്യേകിച്ച് രേഖ നൽകേണ്ടതില്ല. രക്ഷിതാക്കളുടെ വിവരങ്ങൾ ആഡ് ചെയ്താൽ മതി. 2022 പട്ടികയിൽ ഉണ്ട്, എന്നാൽ രക്ഷിതാക്കൾ 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അവരുമായി ബന്ധപ്പെട്ട ആരും 2002 പട്ടികയിൽ ഇല്ലെങ്കിൽ അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള രേഖകൾ എല്ലാം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇനി പ്രവാസികൾക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം. അതുകൂടാതെ പ്രവാസികൾക്ക് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓൺലൈനായി ഈ രേഖകൾ സമർപ്പിക്കാനും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷ നൽകാനുമുള്ള അവസരം ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ആ അവസരം ഉപയോഗപ്പെടുത്തി അതിൽ നമ്മൾ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മൾക്ക് അതിലുള്ള അപേക്ഷ കൊടുക്കാനുള്ള പോർട്ടലിൽ കയറി അതിൽ ഓൺലൈനായി ഫോമുകൾ ഫിൽ ചെയ്ത് നമുക്ക് ഫോട്ടോ ആഡ് ചെയ്യണമെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്തിട്ട് സമർപ്പിക്കാനുള്ള സൗകര്യവും ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ ഇതുമായി നമുക്ക് വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാവിയിൽ ഇതുമായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആശങ്കയോടെ കാണുന്ന ഒരു സാഹചര്യത്തിൽ മുൻ അനുഭവങ്ങൾ അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് ഏറ്റവും പുതിയ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ നടന്ന വലിയ ക്രമക്കേടുകൾ ഒരു ഭാഗത്ത് രാഷ്ട്രീയമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ വോട്ടർ പട്ടിക പൗരത്വത്തിന്റെ അടിസ്ഥാന രേഖയായി പരിഗണിക്കണം എന്നുള്ള തരത്തിലുള്ള ചർച്ചകളൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ വോട്ടവകാശം നിലനിർത്തുക എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പൗരത്വം സുരക്ഷിതമാക്കാൻ കൂടെ നമ്മൾ ഈ കാര്യങ്ങളിൽ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കുകയും BLOമാർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് കൃത്യമായി ആ ഫോമുകൾ പൂരിപ്പിച്ച് നൽകുകയും ഒക്കെ ചെയ്യുക. ഇനി BLOമാർ വീട്ടിലേക്ക് വരാൻ താമസിക്കുന്ന സാഹചര്യം ഉണ്ടായാലും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നമുക്ക് കയറിയാൽ ഈ ഫോമുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് 2002 വോട്ടർ പട്ടികയിലും 2025 വോട്ടർ പട്ടികയിലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ, പുതിയ വോട്ടർമാരൊക്കെ. അവരെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഫോം 6 പ്രകാരം പുതിയ വോട്ടർമാരായി ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഈ പുതിയ വോട്ടർമാരായി ആഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഫോം 6 പൂരിപ്പിച്ച് നൽകണം. അതോടൊപ്പം തന്നെ ഒരു ഡിക്ലറേഷൻ ഫോം കൂടെ പൂരിപ്പിച്ച് നൽകണം. അവർക്കും നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബാധകമാണ്. അവരുടെ രക്ഷിതാക്കൾ മാതാവോ പിതാവോ 2002 പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ അവർക്ക് ഈ പറഞ്ഞ രേഖകളൊക്കെ, ഈ പറഞ്ഞ പ്രൊസീജിയർ പ്രകാരമുള്ള രേഖകൾ അവർ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇനി വീട്ടിലേക്ക് കല്യാണം കഴിഞ്ഞു കൊണ്ടുവന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ സ്ഥലം മാറിപ്പോയ, നമ്മൾ തന്നെ ജോലി ആവശ്യാർത്ഥമോ മറ്റൊക്കെ കേരളത്തിൽ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ മാറിപ്പോയ ആളുകളുണ്ടെങ്കിൽ അവർ ഫോം 8 ഉപയോഗിച്ചിട്ട് അവർക്ക് സ്ഥലം മാറ്റത്തിനുള്ള അപേക്ഷ കൊടുക്കേണ്ടതുണ്ട്. അതിൽ നമ്മൾ അപേക്ഷ BLOമാർക്ക് കൊടുത്താൽ അവരത് ആപ്പിൽ അപ്ലോഡ് ചെയ്യുകയും അതുവഴി ഈ വോട്ടിംഗ് ട്രാൻസ്ഫർ നടക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഏതായാലും ഈ കാര്യത്തിൽ വലിയ ജാഗ്രത വോട്ടർമാരുടെ ഭാഗത്തുനിന്ന്, പൗരന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമസ്കാരം.